Stories of marketing in touch with positive people. ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് അല്ലേ? എല്ലാ തേഴ്സ്ഡേയും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ എപ്പിസോഡുകളാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എങ്ങനെ ഗ്രോത്തിലേക്ക്, എങ്ങനെ സക്സസിലേക്കുള്ള യാത്ര സുഗമമായിട്ട് പോകാം. ഏത് സംരംഭമായാലും സക്സസ് ആകണമെങ്കിൽ നല്ല പെരുമാറ്റം ഉണ്ടായിരിക്കണം. നല്ല പെരുമാറ്റം. ഒരു ഡിസ്ട്രിബ്യൂട്ടർ നന്നായിട്ട് ഒരു റീറ്റെയിൽ ഷോപ്പിൽ പെരുമാറാൻ പഠിക്കണം. അത് ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഒരു നല്ല ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യേണ്ടത്. അതിന് ഒരു രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക്, നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് എല്ലാം ഒരാളുടെ സ്വഭാവം, ഒരാളുടെ പെരുമാറ്റം നന്നായി കൊണ്ടു നടക്കുന്നതിന് അവരൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് കവി പറഞ്ഞു വെച്ചത്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ആദ്യമേ തന്നെ ഒരു നന്ദി. ഒരു ഓർഡർ ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ തന്നു, അദ്ദേഹത്തിനോട് ഒരു താങ്ക് യു പറയണം. താങ്ക് യു, ഈ ഓർഡർ തന്നതിൽ വളരെ സന്തോഷമുണ്ട് സാർ. ഞാൻ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ടൈമിലും സാറ് ഉദ്ദേശിക്കുന്ന പ്രോപ്പർ ടൈമിൽ തന്നെ ഞാൻ സപ്ലൈ ചെയ്തിരിക്കും എന്ന് ഒരു സ്മൈലോടെ ചിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആ ഗ്രാറ്റിറ്റ്യൂഡിനൊപ്പം തന്നെ കാത്തു സൂക്ഷിക്കേണ്ട മറ്റൊന്നാണ് ആറ്റിറ്റ്യൂഡ്. നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായിരിക്കണം ഒരു ഡിസ്ട്രിബ്യൂട്ടർ. ഒരു എനർജി ഉണ്ടായിരിക്കണം, ഒരു എന്തൂസിയാസം, ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. ഒരു ഡീലർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അയാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അയാൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നോളജ്, ഡിസ്കൗണ്ട് സ്ട്രക്ചർ, സ്കീമുകൾ, ക്യാഷ് ഡിസ്കൗണ്ടുകൾ കൃത്യമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പുകളിൽ ആ റീറ്റെയിൽ ഓണർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സ്മൈലോടുകൂടി പറഞ്ഞിരിക്കണം. അയാൾ അത് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ഡിസ്കൗണ്ടാണ് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത്? അയാൾക്ക് നിങ്ങൾ 60% ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് ഓഫർ വാങ്ങിച്ചിട്ട് ഇൻവോയ്സ് ചെയ്യുമ്പോൾ അത് 50% ആക്കരുത്. പറഞ്ഞ വാക്കിന് വില കൊടുക്കണം. നിങ്ങളുടെ വാക്കിന്, ആരുടെ വാക്കിന്? ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ വാക്കിന് വില കൊടുക്കണം. അതാണ് ഒരു വ്യക്തിയെ റെസ്പെക്ട്ഫുൾ പേഴ്സൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അയാൾ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ചെയ്യുന്ന വ്യക്തിയാണ്. അയാൾ കൃത്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ പ്രോഡക്റ്റ് പ്രോപ്പർ ടൈമിൽ സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ അതിൽ ഒപ്പം നിന്ന് അത് സൊല്യൂഷൻ കണ്ടെത്തുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കുറിച്ച് ഒരു ഡീലർക്ക് തോന്നുമ്പോൾ അയാൾ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറായി മാറും. നിങ്ങളിലുള്ള ക്രെഡിബിലിറ്റി, നിങ്ങളെന്ന ഡിസ്ട്രിബ്യൂട്ടറിലുള്ള ക്രെഡിബിലിറ്റി നിലനിർത്താൻ ആ ഡീലർ ശ്രമിച്ചുകൊണ്ടിരിക്കും. 5 രൂപ കുറവായിട്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞാലും ആ റീറ്റെയിൽ ഷോപ്പുകാരൻ പോകില്ല. അങ്ങനെ ഒരു കസ്റ്റമർ റിലേഷനും കസ്റ്റമർ റാപ്പോയും ബിൽഡപ്പ് ചെയ്യാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിയുമ്പോൾ അയാൾ ഒരു നല്ല ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറിയിരിക്കും. ഡെഫിനറ്റ് ആണ്. എങ്ങനെ കസ്റ്റമർ റിലേഷൻ കൊണ്ടുവരാൻ സാധിക്കും? അത് ബന്ധങ്ങൾ ആണ് ഈ കസ്റ്റമർ റിലേഷൻ എന്ന് പറയുന്നത്. ഒരു റീറ്റെയിൽ ഷോപ്പുകാരൻ്റെ പ്രശ്നങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾ ആയി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. മാരേജ് കല്യാണം വരാം, അല്ലെങ്കിൽ അയാളുടെ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇഷ്യൂകൾ വരാം, വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരാം. ഇതിലൊക്കെ ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കണം. ഒരു മാരേജിന് വിളിച്ചു, നിങ്ങൾ അങ്ങോട്ട് കടന്നു പോയില്ല, അല്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ പോലും നിങ്ങൾ അങ്ങോട്ട് കടന്നു പോയില്ല. ഇന്ന് പോകാൻ തീരെ പറ്റില്ല, നല്ല മഴയാണ്, സമയം വളരെ വൈകിയിരിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ അയാൾക്ക് എന്ത് തോന്നും? ഇന്നിപ്പോൾ ഏതായാലും പോകണ്ട, നാളെ രാവിലെ ഒരു മെസ്സേജ് അയക്കാം. അത് പാടില്ല കേട്ടോ. ഒരു റീറ്റെയിലർ ഒരു ഫംഗ്ഷന് നിങ്ങളെ വിളിക്കുമ്പോൾ അയാൾ നിങ്ങൾ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ റീറ്റെയിലർ ഫംഗ്ഷന് വിളിക്കുന്നത്. അയാളുടെ കല്യാണം, അയാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആണെന്ന് വിചാരിക്കുക. അന്ന് നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇന്നിപ്പോൾ നല്ല മഴയുണ്ട്, അവിടെ വരെ ഡ്രൈവ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ വേറൊരു പ്രോഗ്രാം ഉണ്ട്, ഇത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേക്കും വൈകി പോകും, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കുന്ന ദിവസമാണ്. ഈ റിലേഷൻ ബിൽഡപ്പ് ചെയ്യണമെങ്കിലേ
പരിധി വിടാതെയുള്ള റിലേഷൻസുകൾ എന്ന് വെച്ച് ഒപ്പം ഇരുന്ന് ബാറിൽ പോയി കള്ളു കുടിക്കണം എന്നല്ല പറഞ്ഞത്. അല്ലാതുള്ള വ്യക്തിപരമായ റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് സാധിച്ചിരിക്കണം. ബന്ധങ്ങളിൽ ആ ഊഷ്മളത ഉണ്ടാകണം. ആ ഊഷ്മളത, അങ്ങനെയുള്ള ബന്ധങ്ങൾ അയാൾക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ, അയാൾക്ക് പറയാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവിടെ പോകാനും ഒരു ഗിഫ്റ്റ് കൊടുക്കാനും നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. സ്നേഹം കൈമാറാൻ സാധിക്കണം. അത് മനസ്സിൽ മാത്രം, അത് മുഖത്ത് മാത്രം, നിങ്ങളുടെ ചിന്തകളിൽ മാത്രം ഒരാളോട് സൂക്ഷിച്ചാൽ പോരാ. അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണം. അത് പ്രകടിപ്പിക്കാനുള്ള മാനസിക അവസ്ഥയിലേക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ വളരുമ്പോൾ അവിടെ റിലേഷൻ ദൃഢമുള്ളതാകും. അവിടെ അതിനെ കൺവേർട്ട് ചെയ്ത് ഓർഡറിലേക്ക് മാറ്റാൻ പറ്റും. എവിടെയും തോൽക്കുന്നത് സ്നേഹത്തിന് മുന്നിലാണ്. സ്നേഹിക്കാൻ കഴിയണം, മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ കഴിയണം. അവരുടെ പ്രോബ്ലം വരുമ്പോൾ അവിടെ നിൽക്കാൻ നമുക്ക് സഹായിക്കണം. അവർക്ക് പ്രോബ്ലം വരുമ്പോൾ അവിടെ നിന്ന് അവരെ ഒന്ന് സഹായിക്കാൻ സാധിക്കണം, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണം. ഞാനുമുണ്ട് കൂടെ നിങ്ങളുടെ നല്ല കാര്യത്തിനാണെങ്കിൽ എന്ന് പറഞ്ഞ് മുന്നേ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതൊക്കെയാണ് ഈ കസ്റ്റമർ റിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു റീറ്റെയിൽ ഷോപ്പിലേക്ക് കയറി ചെല്ലുന്നു, അവിടെ വരുന്നു, എന്താ വേണ്ടത് ഓർഡർ, ഓർഡർ എഴുതിയെടുക്കുന്നു, ശരി എന്ന് പറഞ്ഞ് വെറുതെ 32 പല്ലും കാട്ടി ഒന്ന് ചിരിച്ചിട്ട് അങ്ങ് കൈയും കാണിച്ചിട്ട് പോകുന്നതല്ല കസ്റ്റമർ റിലേഷൻ. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കണം. അവിടെ ആ ഷോപ്പിൽ കുറച്ച് തിരക്കുകൾ വന്നു, നല്ല ടൈറ്റ്, അയാൾക്ക് ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന അവസ്ഥയാണ്, വേറെ കസ്റ്റമറെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ വേറെ കംപ്ലൈൻറ്റ് പ്രോബ്ലം വന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഓർഡർ എന്താണ്, പേയ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുകയല്ല ചെയ്യേണ്ടത്. മാറി നിൽക്കണം. ആ ബിസിനസ് അങ്ങ് നടക്കട്ടെ, ആ പ്രോസസ്സ് അങ്ങ് കഴിയട്ടെ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ആ പ്രോബ്ലം തീരുന്നവരെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യണം. അതാണ് നല്ലൊരു എക്സിക്യൂട്ടീവ്, നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ. ആ പ്രോബ്ലം തീർന്ന ശേഷം നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ പേയ്മെന്റ് നിങ്ങൾക്ക് തരാനുണ്ട്. ഇന്ന് 10 മണിക്ക് വന്നാൽ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് വന്നാൽ പേയ്മെന്റ് തരാം. നിങ്ങൾ കൃത്യമായിട്ട് ആ ഷോപ്പിൽ പേയ്മെന്റ് മേടിക്കാൻ എല്ലാ ദിവസവും 5 മണിക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ പേയ്മെന്റ് റെഡിയാക്കി വെക്കണം. ഞാൻ 5 മണിക്ക് വരും എന്ന് പറഞ്ഞ് 100 പ്രാവശ്യം വിളിച്ച് ആ ഷോപ്പിലേക്ക് പറഞ്ഞ് അയാളെ ഡിസ്റ്റർബ് ചെയ്യാതെ സൂക്ഷിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് റൂട്ടിൽ ഒരു 5 മണിക്ക് വിസിറ്റ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ 5 മണിക്ക് നിങ്ങൾ അവിടെ എത്തി ആ പേയ്മെന്റ് മേടിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോയാൽ മതി, പോരെ. അതിന് പകരം എപ്പോഴും വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അല്ലെങ്കിൽ എങ്ങനെയാകാമത്, ഇന്ന് 5 മണിക്ക് വിസിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഒരു റീറ്റെയിൽ ഷോപ്പാണെങ്കിൽ നിങ്ങൾ ഇന്ന് അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു 7 മണി കഴിയുമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാം, ഞാൻ ഇന്ന് വരുമ്പോൾ സാർ കുറച്ച് വൈകും, ഞാൻ വീട്ടിലെ, അത് നിങ്ങൾക്ക് ഓപ്പണായിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പറയണം. അത് മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് തുറന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനത്തെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകി എത്തുകയുള്ളൂ സാർ, ഇന്നത്തെ ദിവസത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വിളിച്ച് പറയേണ്ടി വരുന്നത്? അയാൾക്ക് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന ഒരു 5000 രൂപയുണ്ട്. ആ 5000 രൂപ കുറച്ചുകൂടി ഓർഡറുകൾ, ഡിലേ വന്ന ഓർഡറുകൾ നെക്സ്റ്റ് ഡേ ആവശ്യം ആ റീറ്റെയിലർക്കുണ്ട്. ഈ 5000 രൂപ കൊടുത്തിട്ട് കുറച്ച് ഓർഡർ കൊടുക്കേണ്ടതാണ്. ഈ ഓർഡർ വന്നില്ലെങ്കിൽ, നാളെ ഇത് വന്നില്ലെങ്കിൽ അയാൾക്ക് വിൽക്കാനുള്ള പ്രോഡക്റ്റ് അവിടെ ഇല്ല. ആ സാഹചര്യത്തിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ വന്നില്ലെങ്കിൽ, റെഡി ക്യാഷ് ഡീൽ ചെയ്യുന്ന ഒരു ഡീലർ ആണെങ്കിൽ അയാൾ ഈ പൈസ എടുത്ത് വേറൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കുകയും പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. അടുത്ത ദിവസം വിൽക്കേണ്ടതാണ് പ്രോഡക്റ്റ്. അപ്പോൾ ഇയാളുടെ പേയ്മെന്റ് ചിലപ്പോൾ ഡിലേ വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് കൃത്യമായ ഒരു കസ്റ്റമർ റാപ്പോ ബിൽഡപ്പ് ചെയ്യണം, കസ്റ്റമർ റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 7 o'clock വരികയുള്ളൂ എന്ന് പറയുമ്പോൾ ആ റീറ്റെയിലർക്ക് അത് മനസ്സിലാക്കുകയും അതുപോലെ അയാൾ പ്രവർത്തിക്കുകയും ചെയ്യും. എപ്പോഴും കസ്റ്റമർ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. നിങ്ങളെ വിശ്വസിക്കാൻ ആ റീറ്റെയിലർക്ക് സാധിച്ചിരിക്കണം. ആ റീറ്റെയിലർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് വിശ്വാസകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആക്ട് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഇതിൽപ്പെടുന്ന ഇപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വിശ്വാസവും നിങ്ങൾ തമ്മിലുള്ള റിലേഷനും ബിൽഡപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും വളരെയധികം കോമ്പറ്റീഷൻ
അധികം ബാധിക്കാത്ത ഏരിയകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കണം. കോമ്പറ്റീഷൻ കുറഞ്ഞ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ആ ലൊക്കേഷൻസ് ഏതൊക്കെയാണ്, വേറെ ആരെങ്കിലും ഇതേ സെയിം പ്രോഡക്റ്റ് അവിടെ സപ്ലൈ ചെയ്യുന്നവരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് മാറ്റി പിടിക്കണം. അതില്ലാത്ത ഏരിയകൾ ഏതൊക്കെ വില്ലേജുകളിൽ ഈ പ്രോഡക്റ്റ് എത്തിപ്പെടാത്തതുണ്ട്, അങ്ങനെയുള്ള ഏരിയകൾ കണ്ടെത്തി നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് കുറച്ചുകൂടി ഗ്രോത്ത് ചെയ്യും. അതിന് പകരം ഓൾറെഡി അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴി അയാൾ കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ കൊണ്ടുപോയി അയാൾ 40 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ ഞാൻ 35 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞ് വിൽക്കുന്നത് ശരിയായ രീതിയല്ല. കൈ നനയാതെ മീൻ പിടിക്കുക എന്നൊക്കെ പഴമക്കാർ പറയുന്ന പോലെ അങ്ങനെയുള്ള നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഹൈക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വയം മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കലിപ്പറ് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്താൽ അയാളേക്കാൾ കൂടുതൽ ബിസിനസ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഒരു ഡീലറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അയാളെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കണം. അയാളുടെ പേയ്മെൻറ്റ് ടൈംസ് എങ്ങനെയാണ്, മാർക്കറ്റിലെ അയാളുടെ പ്രസൻസ് എങ്ങനെയാണ്, അയാൾ പ്രോഡക്റ്റ് അധികം വിൽക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണോ, ഇതല്ലാതെ ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം വേറെ അതർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ആളാണോ, സ്റ്റാഫുകളെ മാത്രം ഏൽപ്പിച്ചിട്ട് കച്ചവടം ചെയ്ത് വേറെ ബിസിനസ്സുകൾ പലതുമുണ്ടോ, ഇത് ഒരു സൈഡായിട്ട് കൊണ്ടു നടക്കുന്നതാണോ, അതോ അത് മെയിൻ സ്ട്രീമിൽ വരുന്ന ബിസിനസ് ആണോ ഈ റീറ്റെയിൽ ഷോപ്പ്. ഇതൊക്കെ ഒരു റീറ്റെയിലിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിക്കണം. ഫീൽഡിലുള്ള എക്സിക്യൂട്ടീവ്സിൻ്റെ അടുത്ത് ചോദിക്കുക, അവരെക്കുറിച്ച് ഇയാളുടെ പേയ്മെൻറ്റ് ടൈംസ് എങ്ങനെയാണെന്ന് അന്വേഷിക്കുക, പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരുന്ന വ്യക്തിയാണോ, അങ്ങനെയുള്ള അയാളുടെ സ്വഭാവവും ആ ഷോപ്പിൻ്റെ സ്വഭാവവും ഷോപ്പിലുള്ള മാർക്കറ്റ് വാല്യൂവും മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോഴുള്ള മറ്റുള്ള കസ്റ്റമറുടെ ഒരു പ്രസൻസ് എങ്ങനെയാണ്, ഈ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ്, അഡ്വർടൈസ്മെൻറ്റ് ചെറുതായിട്ട് കൊടുക്കുന്ന വ്യക്തിയാണോ, ഒരു പ്രോഡക്റ്റ് വെച്ചാൽ ഇതെങ്ങനെയും വിൽക്കണം എന്നുള്ള ഒരു ജ്വരം, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ജ്വരം, അങ്ങനെ ഒരു എന്തൂസിയാസം, ഒരു ഊർജ്ജസ്വലത, ഇത് വിൽക്കണം എന്നുള്ള ഊർജ്ജസ്വലത അവിടുത്തെ റീറ്റെയിൽ സ്റ്റാഫുകൾക്കും ഈ ഓണർക്കും ഉണ്ടോ? ഈ ബി ക്ലാസ്സിലും എ ക്ലാസ്സിലും ഉള്ള റീറ്റെയിൽ ഷോപ്പിലെ സ്റ്റാഫുകൾക്കും ഓണർക്കും ഉണ്ടോ? അത് ചെക്ക് ചെയ്യും. പ്രോഡക്റ്റ് വാങ്ങിക്കുകയും അത് വിൽക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളിലേക്കാണ് ഒരു പ്രോഡക്റ്റ് എത്തിപ്പെടേണ്ടത്. അല്ലാതെ വല്ലയിടത്തും കൊണ്ട് വെച്ചു, ക്രെഡിറ്റിനെ അവിടെ കൊണ്ട് വെച്ചു, അവിടെ ഇരിക്കട്ടെ, അത് വിറ്റില്ലെങ്കിൽ അവരോട് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഡീലറെ നമുക്ക് കിട്ടിയിട്ട് യാതൊരു പ്രയോജനവും നമ്മുടെ കരിയറിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ കരിയറിൽ ഉണ്ടാകില്ല. അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ റീറ്റെയിൽ ഷോപ്പുകാരന് എന്തൊക്കെ കൊടുക്കണം? ആ പ്രോഡക്റ്റ്, വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ ബ്രോഷർ കൊടുക്കണം, ആ പ്രോഡക്റ്റിന്റെ പറ്റുമെങ്കിൽ ഡെമോ കാണിച്ചു കൊടുക്കണം, അതിന്റെ പ്രോസസ്സ് കാണിച്ചു കൊടുക്കണം, എങ്ങനെ അത് റൺ ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കണം, അതിന്റെ ഇൻസ്റ്റലേഷൻ കാണിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് A to Z കാര്യങ്ങൾ കമ്പനിയിൽ നിന്നും ഈ ഡിസ്ട്രിബ്യൂട്ടർ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡീലറെ വിളിച്ചിട്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണ്, ഒരു ഡീലർ മീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഈ പ്രോഡക്റ്റിനെ കുറിച്ചും നോളജ് കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു കൊടുക്കുകയോ ചെയ്ത് അവരെ ഗ്രോത്ത് ചെയ്ത് ഒപ്പം നിർത്താൻ സാധിക്കണം. അതിന് ബ്രോഷേഴ്സ് സഹായിക്കും, പ്രൈസ് ലിസ്റ്റ് സഹായിക്കും, ഇങ്ങനെയുള്ള പ്രോഡക്റ്റിൻ്റെ ഡെമോ സഹായിക്കും, അതുപോലെ മീറ്റുകൾ സഹായിക്കുന്നതാണ്. അങ്ങനെ അവരെ ഗ്രോത്ത് ചെയ്യിപ്പിച്ച് നമ്മുടെ ഒപ്പം നിർത്താൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് കഴിഞ്ഞിരിക്കണം. അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ചാടി കൂടുതൽ പ്രോഡക്റ്റ് എടുത്ത് സെല്ലിംഗ് നടത്താൻ ആദ്യം ശ്രമിക്കരുത്. ആദ്യം ഒരു 10-30 ഷോപ്പ് ഉണ്ടെങ്കിൽ ആ 30 ഷോപ്പിൽ കൃത്യമായിട്ട് പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കുക, അതിൻ്റെ പേയ്മെൻറ്റ് മേടിക്കുക. 100 ഷോപ്പുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊണ്ടുപോയി പ്രോഡക്റ്റ് കൊടുത്തിട്ട് പേയ്മെൻറ്റ് കിട്ടാതെ വന്ന് അതിൻ്റെ ബാക്കിൽ പേയ്മെൻറ്റിന് വേണ്ടി 2 ദിവസം പോയാൽ ക്യാഷ് ഇൻഫ്ലോ നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് വരാതിരുന്നാൽ എന്ത് പറ്റില്ല? കമ്പനിക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇതെല്ലാം സുതാര്യമാക്കുന്നതിന് വേണ്ടി വളരെ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു വെച്ച് ചെറുതായിട്ട് നല്ല റീറ്റെയിലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് അവർക്ക് കൃത്യമായി പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്ത് അവരിൽ നിന്നും പേയ്മെൻറ്റ് മേടിച്ച് അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡെവലപ്പ് ചെയ്ത് വരണം. അവിടെയാണ് ഗ്രോത്ത് സംഭവിക്കുകയുള്ളൂ. ഓൾ ദ ബെസ്റ്റ്.